കമോൺ ഋഷി, നീ എന്താ തമാശ പറയാണോ? നീ ഇവനൊന്ന് ശരിക്കും നോക്കിയേ, അവന്റെ ഡ്രസ്സ് നോക്കിയേ. എനിക്ക് ഇവന്റെ അടുത്ത് നിൽക്കാൻ തന്നെ അറപ്പാവുന്നു. പക്ഷെ ഇവൻ പറയുന്നത് ഞാൻ ഇവന്റെ ഭാര്യയാണെന്ന്. കുറച്ച് കാശിന് വേണ്ടി എന്നും വിളിച്ചു പറയുന്ന ഒരുത്തനാണെന്ന് തോന്നുന്നു. അതിനായിരിക്കും ഇവിടെ തന്നെ നിൽക്കുന്നത്. പക്ഷെ ഈ കോലത്തിലുള്ള ഒരുത്തന് ഒരിക്കലും എന്റെ ഭർത്താവാകാൻ കഴിയില്ല എന്നത് ഇവൻ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ലല്ലോ. എയർപോർട്ടിനകത്ത് കയറാൻ വേണ്ടി ധൃതിയിൽ ഓടി വരികയായിരുന്നു അർജുൻ. പക്ഷെ അവന്റെ വേഷവും രൂപവും കണ്ടപ്പോൾ തന്നെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന CISF സെക്യൂരിറ്റി ഗാർഡ് അവനെ അകത്തേക്ക് കയറ്റി വിട്ടില്ല. എങ്ങോട്ടേ ഓടിക്കയറി പോകുന്നേ? സർ, അരമണിക്കൂറിനുള്ളിൽ US എന്റെ ഫ്ലൈറ്റ് പുറപ്പെടും. പ്ലീസ് സർ. അതൊന്നും പറ്റില്ല. ആദ്യം നിങ്ങൾ ടിക്കറ്റ് കാണിക്കേ. സർ, ടിക്കറ്റ് അകത്ത് എന്റെ മാനേജറുടെ കയ്യിലാണ് സർ. പ്ലീസ് സർ. മനുഷ്യനെ മെനക്കെടുത്താതെ പോടാ പിച്ചക്കാരനുണ്ട്. ഇത് എയർപോർട്ടാ, അല്ലാതെ ബസ് സ്റ്റാൻഡ് അല്ല. സ്ഥലം വിടാൻ നോക്ക്. സർ, എന്റെ കൈവിട്. അരമണിക്കൂറിനുള്ളിൽ US എന്റെ ഫ്ലൈറ്റ് ആണ് സർ. പ്ലീസ് സർ, ടിക്കറ്റ് അകത്തുണ്ട് സർ. എടാ തെണ്ടി, നിന്റെ ഡ്രസ്സിൽ മൊത്തം അഴുക്കാ, പൊട്ടിയ ചെരുപ്പാ നിന്റെ കാലിൽ. എന്നിട്ട് നീ പറയുന്നു അരമണിക്കൂറിനുള്ളിൽ നിന്റെ ഫ്ലൈറ്റ് ആണെന്ന്. നീ എന്താ എയർപോർട്ടിന്റെ മുന്നിൽ വന്ന് നിന്ന് സ്വപ്നം കാണണോടാ പൊട്ടാ? വേഗം ഇവിടുന്ന് പോവാൻ നോക്ക്. പോ സർ, ഞാൻ നിങ്ങളോട് കെഞ്ചി പറയാ, എന്റെ ഫ്ലൈറ്റിന് സമയമായി. പ്ലീസ് സർ, പ്ലീസ് സർ. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പ്ലീസ് സർ, ഞാൻ സാറിനോട് റിക്വസ്റ്റ് ചെയ്യാം. ഇറങ്ങിപ്പോ, പോടാ. നിന്നെയൊക്കെ പിടിച്ചിട്ട് പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടത്. ഹലോ. പെട്ടെന്നായിരുന്നു നഗരത്തിലെ സമ്പന്ന കുടുംബത്തിലെ അംഗവും അർജുന്റെ ഭാര്യയുമായ പ്രയാഗ അവിടേക്ക് വന്നത്. അർജുനെ സെക്യൂരിറ്റി പിടിച്ച് തള്ളിയിടുന്നത് പ്രയാഗ ഞെട്ടലോടെ നോക്കി നിന്നു. അർജുനും പ്രയാഗയും പേരിന് മാത്രം ഭാര്യ ഭർത്താക്കന്മാരായി കഴിയുന്നവരായിരുന്നു അവർ. കാരണം അവരുടെ കല്യാണം പ്രയാഗയുടെ മുത്തശ്ശന്റെ നിർബന്ധം കൊണ്ട് മാത്രം നടന്നതായിരുന്നു. അതിനുശേഷം അർജുൻ പ്രയാഗയുടെ വീട്ടിൽ ഒരു വേലക്കാരനെ പോലെയും കാവൽക്കാരനെയും പോലെ മാത്രമായിരുന്നു ജീവിച്ചത്. മിസ്റ്റർ സെർവൻ, നീ ഇവിടെ എന്ത് ചെയ്യാനാടാ വന്നത്? നിനക്കറിയില്ലേ, ഇന്നിവിടെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഇൻവെസ്റ്റർ വരുന്നുണ്ടെന്നും അയാളെ വെൽക്കം ചെയ്യാൻ എനിക്കിവിടെ വരണമെന്നും. എനിക്ക് നിന്റെ ഈ തമാശ കണ്ട് നിൽക്കാനൊന്നും സമയമില്ല. നീ ഇവിടെ എന്തിനു വന്നതായാലും ശരി, പെട്ടെന്ന് തന്നെ അത് ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോവാൻ നോക്ക്, ഇപ്പൊ തന്നെ. പ്രയാഗ, എനിക്ക് എമർജൻസി ആയിട്ട് അമേരിക്കയിൽ പോയേ പറ്റൂ. എന്റെ ടിക്കറ്റ് അകത്താണ്. എനിക്ക് അകത്ത് കടന്നേ പറ്റൂ. പ്ലീസ്, നീ എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കേ പ്ലീസ്. ഹൗ ഡെയർ യു! അനുവാദം ഇല്ലാതെ എന്റെ ദേഹത്ത് കൈവച്ച നീ വിവരം അറിയും. നീ അമേരിക്കയിൽ പോവാണല്ലേ? നീ എന്നോട് അമേരിക്കയുടെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞ് ഒരു തവണ എനിക്ക് വേണ്ടി ഒന്ന് പറ. നിനക്കൊക്കെ ആരാടാ അമേരിക്കയ്ക്കുള്ള ടിക്കറ്റ് തന്നത്? അർജുൻ സ്ട്രീറ്റിൽ തട്ടുകട നടത്തുന്ന ഒരു സാധാരണക്കാരനായിരുന്നു. അവന് അമേരിക്കയിൽ എന്താണ് കാര്യം? വാ മൂടിക്കെട്ടി ഓഫീസിലേക്ക് ചെല്ലും. എന്നിട്ട് ഞാൻ കൊണ്ടുവരുന്ന ഇൻവെസ്റ്റേഴ്സിനെ വേണ്ട ഭക്ഷണം തയ്യാറാക്ക്. ഈ രാജ്യം വിട്ട് പോകുന്നത് പോയിട്ട് നിനക്ക് നിന്റെ വീടോ ഈ സിറ്റിയോ വിട്ട് പോകുന്നതിന് മുമ്പ് പോലും 100 തവണ ആലോചിക്കണം. 100 പേരോട് ഇരക്കണം. എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച ആൾക്കാരുടെ മുന്നിൽ എന്നെ അപമാനിക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല, ഓർത്തോ? പ്ലീസ്. ഞാൻ നിന്നോട് അവസാനമായിട്ട് പറയാം. പ്രയാഗ, എനിക്ക് എമർജൻസി ആയിട്ട് പോവേണ്ടതുകൊണ്ടാ. പ്ലീസ് ഹെൽപ്പ് മീ. അപ്പോഴാണ് പ്രയാഗയുടെ ബിസിനസ് പാർട്ട്ണർ ഋഷി അവിടേക്ക് വന്നത്. എന്തിനാ ഈ പിച്ചക്കാരനോടൊക്കെ സംസാരിച്ച സമയം കളയുന്നത്? ഒരു 50 രൂപ കൊടുത്ത് പറഞ്ഞു വിടാൻ നോക്കുവിനേക്ക. സൂക്ഷിച്ച് സംസാരിക്കണം. ഇതെന്റെ ഭാര്യ, മനസ്സിലായോ നിനക്ക്? എന്ത്? ഇവനിതെന്താ ഈ പറയുന്നത്? ഇവൻ നിന്റെ ഹസ്ബൻഡ് ആണെന്ന്. ഋഷിയുടെ മുന്നിൽ വെച്ച് അർജുൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതും പ്രയാഗ ഒന്ന് പരിങ്ങി. എന്നാൽ അധികം വൈകാതെ തന്നെ വളരെ കൂളായി പ്രയാഗ സംസാരിച്ചു തുടങ്ങി. കമോൺ, എന്താ തമാശ പറയാണോ? നീ ഇവനൊന്ന് ശരിക്കും നോക്കിയേ, അവന്റെ ഡ്രസ്സ് നോക്കിയേ. എനിക്ക് ഇവന്റെ അടുത്ത് നിൽക്കാൻ തന്നെ അറപ്പാവുന്നു. പക്ഷെ ഇവൻ പറയുന്നത് ഞാൻ ഇവന്റെ ഭാര്യയാണെന്ന്. കുറച്ച് കാശിന് വേണ്ടി എന്നും വിളിച്ചു പറയുന്ന ഒരുത്തനാണെന്ന് തോന്നുന്നു. അതിനായിരിക്കും ഇവിടെ തന്നെ നിൽക്കുന്നത്. പക്ഷെ ഈ കോലത്തിലുള്ള ഒരുത്തന് ഒരിക്കലും എന്റെ ഭർത്താവാകാൻ കഴിയില്ല എന്നത് ഇവൻ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ലല്ലോ. അത് കേട്ടതും അർജുന്റെ മനസ്സിലേക്ക് ഓടി വന്നത് പ്രയാഗയെ ആദ്യമായി സിറ്റി ഹോസ്പിറ്റലിൽ നിന്നും കണ്ട നിമിഷമായിരുന്നു. തന്റെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി സിറ്റി ഹോസ്പിറ്റലിൽ വന്നതായിരുന്നു അർജുൻ. അപ്പോഴാണ് അവൻ അവളെ കണ്ടത്. ധനികയായ സുന്ദരിയായ ഒരു പെൺകുട്ടി. അവളെ കണ്ടാൽ തന്നെ ഒന്നിനും ഒരു കുറവില്ലെന്ന് മനസ്സിലാവും. എന്നിട്ടും അവൾ അവളുടെ വിലപ്പെട്ട സമയം കളഞ്ഞ് ദിവസവും അവിടെയുള്ള ക്യാൻസർ പേഷ്യൻസിനെ കാണാൻ വരുമായിരുന്നു. പ്രയാഗയെ അവന് നന്നേ ബോധിച്ചു. പ്രയാഗ അവിടെയുള്ള എല്ലാ പേഷ്യൻസിനും തന്റെ സ്നേഹവും കരുതലും വീതിച്ചു നൽകി. ഇത് കണ്ട അർജുന് അവളോട് എന്തെന്നില്ലാത്തൊരടുപ്പവും സ്നേഹവും തോന്നാൻ തുടങ്ങി. അവൻ ആ നിമിഷം തന്നെ അവളെ അവന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു. പക്ഷെ അവൻ അറിയുന്നുണ്ടായിരുന്നില്ല അവൻ ആ സൗഭാഗ്യം യഥാർത്ഥത്തിൽ ലഭിക്കാൻ പോവുകയാണ് എന്നത്. കേട്ടില്ലടാ പട്ടി, ഞാൻ നിന്നെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കണ്ടെങ്കിൽ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോടാ തെണ്ടി. പ്രയാഗയിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരവസ്ഥയോർത്ത് അർജുൻ തന്റെ ഉള്ളിൽ കരയുകയായിരുന്നു. അർജുൻ അവിടെ നിന്നും പോകാമെന്ന് ആലോചിച്ച് എഴുന്നേൽക്കുമ്പോഴായിരുന്നു കറുത്തൊരു ആഡംബരക്കാർ അവിടേക്ക് വന്നെത്തിയത്. നഗരത്തിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ്മാൻ നിതിൻ വർമ്മയായിരുന്നു അതിൽ നിന്നും പുറത്തിറങ്ങിയതും അർജുൻ അവിടെ നിൽക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു. അർജുനെ കണ്ടതും അയാൾ ആകെ ഒന്ന് ഞെട്ടി. അർജുന്റെ അടുത്തേക്ക് നടന്നു. മിസ്റ്റർ അർജുൻ, നിങ്ങൾ സാറിനെ മനസ്സിലായോ? നിതിൻ വർമ്മയെ അറിയാത്തവരായി ആരും ഉണ്ടായിരുന്നില്ല ആ നാട്ടിൽ.
പ്രയാഗയ്ക്കും അയാളെ കണ്ട മാത്രയിൽ തന്നെ മനസ്സിലായി. പക്ഷെ അയാൾ അർജുനോട് സംസാരിക്കുന്നത് കണ്ട് പ്രയാഗയും ഋഷിയും ഒന്ന് ഞെട്ടി. നിതിൻ വർമ്മയെ പോലുള്ള ഇത്രയും വലിയൊരാൾക്ക് ഈ പിച്ചക്കാരനെ എങ്ങനെ പരിചയം? ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത്. നിതിൻ വർമ്മ 5000 കോടിയുടെ ആസ്തിയുള്ള ധനികനാ. അയാൾക്ക് ഇവനുമായി എന്താ ഇടപാട്? എനിക്ക് ഉറപ്പാ ഇവൻ അയാളുടെ ഡ്രൈവർ ആയിരിക്കും. ഹലോ, നിങ്ങൾ പെട്ടെന്നൊന്ന് ഇങ്ങോട്ട് വരും, ഇമ്മീഡിയറ്റ്ലി. നിതിൻ വർമ്മയോട് ഇരുന്ന് അവൻ എയർപോർട്ടിനകത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അകത്ത് പോയി അവൻ എന്താ ചെയ്യാന്ന് മനസ്സിലാവാതെ. ഹായ്, മിസ്റ്റർ നിതിൻ വർമ്മയല്ലേ? സർ, എൻ്റെ പേര് പ്രയാഗ. ഞാൻ നാരങ് ഗ്രൂപ്പിന്റെ CEO ആ. സർ ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. സർ ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിച്ച ആളില്ലേ, ഇപ്പോൾ അകത്തേക്ക് കയറിപ്പോയ അയാളെ സാറിന് എങ്ങനെ പരിചയം? അയാളെ കണ്ടാൽ തന്നെ ഒരു പിച്ചക്കാരനാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു പിച്ചക്കാരനെ സാർ എങ്ങനെയാ പരിചയം? യു മീൻ മിസ്റ്റർ അർജുൻ? നിങ്ങളെന്താ ആളെ കളിയാക്കുകയാണോ? അർജുനെയാണോ നിങ്ങൾ പിച്ചക്കാരനെന്ന് വിളിച്ചത്? ഇവിടെ നടക്കുന്നൊന്നും നിങ്ങൾ അറിയുന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത്. ഏതായാലും ഞാൻ പോകുന്നു. നിതിൻ വർമ്മ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ആലോചിച്ച് ഞെട്ടലോടെ പ്രയാഗ കുറച്ചു നിമിഷം നിന്നു. അതേസമയം അർജുൻ ധൃതിയിൽ എയർപോർട്ടിന്റെ അകത്ത് കടന്നതും അർജുനെ കാത്ത് അർജുന്റെ മാനേജർ ഫ്ലൈറ്റ് ടിക്കറ്റുമായി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാ സാറിന്റെ ടിക്കറ്റ്, ഇതാ സാറിന്റെ ഫോൺ. പെട്ടെന്ന് തന്നെ സാർ ഇതുകൊണ്ട് ഗേറ്റ് നമ്പർ 3 മുന്നിലേക്ക് പോകും. സാറിന് മുന്നിൽ അധികം സമയമില്ല, പെട്ടെന്ന് തന്നെ പോകും. താങ്ക് യു. അർജുൻ ഒട്ടും സമയം കളയാതെ തന്നെ 3-ാം നമ്പർ ഗേറ്റിന്റെ മുന്നിലെത്തി. എന്നാൽ അവൻ 3-ാം നമ്പർ ഗേറ്റ് കടന്നതും അവനെതിരെ വന്നൊരാൾ പെട്ടെന്ന് അവനുമായി കൂട്ടിയിടിക്കുകയും അയാൾ താഴെ വീഴുകയും ചെയ്തു. സാർ, നിങ്ങൾ ഓക്കെ അല്ലേ? നിനക്കെന്താ കണ്ണു കണ്ടൂടെ? ഇത് എയർപോർട്ടാണ്, അല്ല നിന്റെ കോളനിയിലെ പാർക്കല്ല. അല്ല, ഈ പിച്ചക്കാരൻ ആരാണ് ഇതിനകത്തേക്ക് കടത്തിവിട്ടത്? സാർ, പെട്ടെന്ന് ഓടി വന്നതുകൊണ്ട് ഞാൻ കണ്ടില്ല. സാർ, എൻ്റെ ഫ്ലൈറ്റിന് സമയമായി, എനിക്ക് പോകണം, പ്ലീസ്. ഏയ്, അവിടെ നിൽക്ക്. എന്നെ ഇടിച്ചിട്ട് നീ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നു. 2 മിനിറ്റിനുള്ളിൽ ഞാൻ നിന്നെ ഈ എയർപോർട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും. നിനക്കറിയില്ല നീ ആരോടാ കളിക്കുന്നതെന്ന്, മനസ്സിലായോടാ? ഏയ്, നീ ആരോടാ കളിച്ചോന്നറിയോടാ? നിനക്കറിയില്ല ഇത് ആരാണെന്ന്? ഇത് പ്രൈം എയർലൈൻസിന്റെ മുതലാളിയാ. സാർ, എനിക്കും പ്രൈം എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിലാണ് പോകേണ്ടത്. സാർ, പ്ലീസ്, ഞാൻ സാറിനോട് ക്ഷമ ചോദിക്കുന്നു. എനിക്ക് തീരെ സമയമില്ല. എമർജൻസി ആയിട്ട് പോയേ പറ്റൂ, പ്ലീസ്. എമർജൻസി? സാർ, എൻ്റെ ടിക്കറ്റ്. ഏയ്, എനിക്കൊന്ന് കാണും നിന്നെ പോലുള്ളൊരു പിച്ചക്കാരൻ എന്റെ പ്രൈം എയർലൈൻസിൽ എങ്ങനെയാണ് കയറി പോകുന്നത്, മനസ്സിലായോ? സാർ, പ്ലീസ്, എൻ്റെ ടിക്കറ്റ്. ഇവന്റെ ടിക്കറ്റ് പിടിക്കേ. പ്ലീസ്, എൻ്റെ ടിക്കറ്റ്. സാർ, അവനെ പിടിച്ചു കേട്ട് ലോക്ക് ചെയ്യവനെ. അനങ്ങാതെ അവിടെ നിൽക്ക്, മനസ്സിലായോടാ? ഏയ്, അവന്റെ ടിക്കറ്റ് കീറിക്കളാ. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.